ഇന്ന് നമുക്ക് ഡ്രിഫ്റ്റ് വുഡിൽ മൗണ്ട് ചെയ്തേക്കുന്ന ബ്രോമിലിയാഡ് കാണാം. ഇത് ബ്രോമിലിയാഡിൻ്റെ നെഡുലേറിയം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ കെയറിനെ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് യോജിച്ചൊരു അന്തരീക്ഷം കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ബ്രോമിലിയാഡ്. ഇപ്പോൾ ഒരുപാട് കളറിലുള്ള വെറൈറ്റികൾ അവൈലബിൾ ആണ്. ഇത് ട്രൈ കളർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ നടുക്ക് മെച്ചുറായി കഴിയുമ്പോൾ പിങ്ക് ആയിട്ട് വരും. ട്രൈ കളറിനെക്കാട്ടിയും വേഗം വളരുന്നൊരു വെറൈറ്റിയാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പ്ലാന്റ് കളർ ചേഞ്ച് ആയിട്ട് കുറേ ദിവസമായി. അതുകൊണ്ടാണ് ഉടനെ പുതിയ തൈ ഉടൻ തന്നെ ഉണ്ടാവും. എന്നാൽ കളർ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ 3-4 മാസം വരെ കളർ അതേപോലെ നിൽക്കുകയും ചെയ്യും. ഈ വെറൈറ്റി മരത്തിൽ വെച്ച് വളർത്താനും വളരെ എളുപ്പമാണ്. എന്നാൽ മരത്തിൽ മൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നടുക്ക് എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ വേണം മൗണ്ട് ചെയ്യാൻ. എന്നാലേ പ്ലാന്റിന് നല്ല വളർച്ച ഉണ്ടാകത്തുള്ളൂ.